ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് എടുത്തിക്കണത്. അങ്ങനെ അത് രാവിലെ തന്നെ നീറ്റ് പുറത്തൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ വെളിച്ചൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ നേരെ പിന്നെ അടുക്കളയിലേക്ക് വന്ന് മോൾക്കുള്ള ചായക്കൊക്കെ വെള്ളം വെച്ച്. മോള് മദ്രസയിലേക്കൊക്കെ പോകാൻ റെഡിയായി. അവൾ പോയതിൻ്റെ ശേഷം പിന്നെ നേരെ കടി ഉണ്ടാക്കാൻ നിന്ന്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും വെക്കാനായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് ഇതൊക്കെ തലേന്ന് തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഗ്യാസും പിന്നെ ഇഡ്ഡലിയൊക്കെ നേരെ പാത്രത്തിലൊക്കെ ഒഴിച്ച് അങ്ങനെ ഇഡ്ഡലിയൊക്കെ റെഡിയായി. ഇഡ്ഡലിൻ്റെ കൂടെ പിന്നെ സാമ്പാറായിരുന്നു. അങ്ങനെ പിന്നെ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ച്. അപ്പോൾ അതിന് മോനൊക്കെ നീറ്റ് വന്ന് മോനും മോളും കൂടി പിന്നെ ചായ ഒക്കെ കുടിച്ച്. പിന്നെ അവർക്ക് സ്കൂളിലേക്ക് പിന്നെ ഞാൻ മോൾക്ക് കൊടുത്തയച്ചത് ഇഡ്ഡലിയും സാമ്പാറും മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ റെഡിയാക്കി. പിന്നെ ചെമ്മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചെമ്മീൻ പൊരിച്ചതൊക്കെ റെഡിയാക്കി പിന്നെ അവർക്കുള്ളതൊക്കെ സെറ്റാക്കി കൊടുത്ത്. അങ്ങനെ പിന്നെ അവർ നേരെ സ്കൂളിലേക്ക് പോയി. പിന്നെ ഞാൻ ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കാൻ നിന്ന്. അപ്പോൾ ബീഫ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ബീഫൊക്കെ നല്ലോണം കഴുകി ക്ലീനാക്കി വെച്ചതിന് ശേഷം അതിലേക്കുള്ള മസാല ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഉള്ളിയും തക്കാളിയൊക്കെ റെഡിയാക്കി വെച്ച്. അങ്ങനെ പിന്നെ ഞങ്ങൾ അടുപ്പത്താണ് വെക്കുക. കുക്കറിൽ വല്ലാതെ ഇടലില്ല. അങ്ങനെ പിന്നെ അടുപ്പത്തെ മസാല ഒക്കെ റെഡിയാക്കി അങ്ങനെ നേരെ അടുപ്പത്തേക്ക് തന്നെ വെച്ചത്. സേർക്കാക്ക് പിന്നെ അടുപ്പത്ത് വെച്ച ബീഫാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ പിന്നെ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം നേരെ അടുപ്പത്ത് വെച്ചു. അപ്പം അന്ന് നെയ്ച്ചോറ് വെക്കാന്നുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നെയ്ച്ചോറിനുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ട് അപ്പോൾ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് ചെറിയുള്ളിയും ക്യാരറ്റും അതൊക്കെ റെഡിയാക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പട്ടയും പൂവും അങ്ങനെയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നേരെ അടുപ്പത്തേക്ക് പിന്നെ ചെമ്പട്ടി വെച്ച് പിന്നെ അതിലേക്ക് നേരെ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത്. അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിയൊക്കെ ഞാനൊന്ന് വാട്ടിയെടുത്ത് അങ്ങനെ അരിയൊക്കെ കഴുകി നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടൊക്കെ വെച്ചിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് റെഡിയായതിനു ശേഷം പിന്നെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതിന് പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് എടുത്ത് ചിക്കൻ പൊരിക്കുക എന്നുള്ളതിൽ ചിക്കനൊക്കെ കഴുകി ചിക്കനുള്ള മസാലയൊക്കെ പിന്നെ ഞാൻ സെറ്റാക്കാൻ നിന്ന്. അങ്ങനെ അത് വെളുത്തുള്ളി ഇഞ്ചിയും വേപ്പിൻ്റെ ലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ച് അതിലേക്ക് ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ച് കുറച്ച് നേരം അതൊന്ന് എടുത്ത് വെച്ച് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെച്ച്. അപ്പോൾ ഇതിനെന്താ ബീഫൊക്കെ സെറ്റായിട്ടുണ്ട്. ബീഫൊക്കെ നല്ലോണം വെന്തിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീഫിൻ്റെ മേലെ ഞാൻ കുറച്ച് ചപ്പൊക്കെ ഇട്ട് കൊടുത്ത്. പിന്നെ നെയ്ച്ചോറ്റക്കുള്ള കച്ചമ്പറും ചമ്മന്തിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ റെഡിയാക്കി. ചമ്മന്തിയൊക്കെ ഒന്ന് അരച്ച് വന്നപ്പോൾ ഇതാ നമ്മളെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ സേർക്കാവ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പള്ളിയിലേക്കൊക്കെ പോയി. അപ്പോൾ ഇതാ ഞാൻ നെയ്ച്ചോറും ചിക്കനൊക്കെ പൊരിച്ച് നല്ല റെഡിയാക്കി. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ ആളെത്തി. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഫുഡ് കഴിക്കാമായിരുന്നു. മക്കളൊക്കെ പിന്നെ സ്കൂളിൽ പോയതുകൊണ്ട് ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ